തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ RSSനെതിരായ പരാമർശം അനുവദിക്കാതെ ദൂരദർശൻ. RSSനെതിരായ പരാമർശം പ്രസംഗത്തിൽ വേണ്ടെന്ന് ബിനോയ് വിശ്വം എംപിക്ക് ദൂരദർശൻ നിർദ്ദേശം നൽകി. ഇതോടെ റെക്കോർഡിംഗ് വേണ്ടെന്ന് വെച്ച് എംപി മടങ്ങി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. പരാമർശം നീക്കിയതുമായി ബന്ധമില്ല എന്നാണ് പ്രസാർ ഭാരതി CEO ശശി ശേഖറിന്റെ വിശദീകരണം. TK റാഷിദ് വിവരങ്ങൾ നൽകും. റാഷിദ്, എന്താണ് സംഭവിച്ചത്? ഇന്നായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമുള്ള പ്രസംഗം ദൂരദർശനിൽ റെക്കോർഡ് ചെയ്യാനായി ബിനോയ് വിശ്വം ദൂരദർശൻ കേന്ദ്രയിൽ, ഡൽഹിയിലെ ദൂരദർശൻ കേന്ദ്രയിൽ എത്തിയത്. അപ്പോഴാണ് അദ്ദേഹം എഴുതി നൽകിയ പ്രസംഗത്തിലെ ഒരു ഭാഗം സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല, അത് നീക്കണം പ്രസംഗത്തിൽ നിന്ന് എന്ന് ദൂരദർശൻ രേഖാമൂലം ബിനോയ് വിശ്വയോട് ആവശ്യപ്പെട്ടത്. അത് RSSനെതിരെ പരാമർശിക്കുന്ന ഭാഗമായിരുന്നു. രാജ്യത്ത് വംശവെറിയുടെ ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന RSSന്റെ ഐഡിയോളജി, ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന NDA സർക്കാർ ദളിതുകളെയും ആദിവാസികളെയും സ്ത്രീകളെയും ന്യൂനപക്ഷത്തെയും അടിച്ചമർത്തി എന്ന് തുടങ്ങുന്ന പരാമർശമാണ് അനുവദിക്കാതിരുന്നത്. ഇത് നീക്കണം, ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. മാത്രമല്ല, സ്ഥിരീകരിക്കാത്ത ഇത്തരം പരാമർശങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇത് വിവിധ മത ജാതി വിഭാഗങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്നതിന് കാരണമാകും തുടങ്ങിയ വിശദീകരണമാണ് ഇതിന് ദൂരദർശൻ നൽകിയിരിക്കുന്നത്. ദൂരദർശന്റെ സ്ക്രിപ്റ്റ് പരിശോധിക്കുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതിയുടേതാണ് ഈ നടപടി. വിഷയം വലിയ വിവാദമാവുകയും ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി ബിനോയ് വിശ്വം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ തന്റെ പ്രസംഗം വെട്ടിക്കളയാൻ ദൂരദർശന് അധികാരമില്ല, ആശയങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണിത്, അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി പ്രസാർ ഭാരതി, ദൂരദർശന്റെ സംപ്രേഷണം ചെയ്യുന്ന പ്രസാർ ഭാരതി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രസാർ ഭാരതിയുടെ CEO പറഞ്ഞിരിക്കുന്നത് ദൂരദർശൻ ഇത്തരത്തിൽ പ്രസംഗം വെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ നീക്കിയിട്ടില്ല. അത് വിവിധ ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുന്ന ഉന്നത തലത്തിലുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ക്രിപ്റ്റ് പരിശോധനാ സമിതിയുണ്ട്. അവരുടെ നടപടിയാണ് ഇത്. ഇക്കാര്യത്തിൽ ദൂരദർശന് ബന്ധമില്ല എന്നുള്ളതാണ് പ്രസാർ ഭാരതി CEO അറിയിച്ചിട്ടുള്ളത്.